ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് പിച്ചയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കുടിശ്ശിക എപ്പോൾ നൽകാനാകും എന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. കേന്ദ്രവും വിശദീകരണം നൽകും. പെൻഷൻ നൽകാൻ കഴിയില്ലെങ്കിൽ മറിയക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഇന്നലെ കോടതി പറഞ്ഞത്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, ഇതിനകത്ത് കേന്ദ്രവിഹിതം കിട്ടാത്തത് കൊണ്ടാണ് ഈ മറിയക്കുട്ടി അടക്കമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നത് മുടങ്ങിയതെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. അതുകൊണ്ട് കേന്ദ്രത്തിനും ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് കോടതി ചോദിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ മറുപടി കൂടി കിട്ടിയ ശേഷമായിരിക്കില്ല ഈ കാര്യങ്ങളിൽ തീർപ്പുണ്ടാവുക. എപ്പോഴാണ് മറിയക്കുട്ടി കേസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് അല്പസമയത്തിനകം ഈ മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കും. ഇപ്പോൾ ക്രിസ്മസ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഈ വിഷയത്തിൽ എന്ന് പെൻഷൻ നൽകാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കാൻ ഹൈക്കോടതി ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. 1600 രൂപയാണ് പെൻഷൻ എന്നും അത് നൽകിയേ തീരൂ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതുമാണ്. ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലെന്നും ആഘോഷങ്ങൾക്ക് മുടക്കാൻ പണം നിങ്ങൾക്കുണ്ടല്ലോ എന്നും കോടതി ഇന്നലെ തന്നെ വിമർശനം ഉന്നയിച്ചതുമാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് കേസ് കോടതിയുടെ മുൻപാകെ എത്തുന്നത്. ഇന്നിപ്പോൾ കോടതി ആ കേസ് പരിഗണനയ്ക്ക് അല്പസമയത്തിനകം എടുക്കും. പണം എപ്പോൾ നൽകാനാകും എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ.